ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം മാസ്റ്റർ കാർഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി നല്ല ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ ഫോക്കസ് ആണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തിലെത്തിപ്പെടണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി നിങ്ങളാണ്. നല്ലൊരു കോൺഫിഡൻസോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടുതൽ സമയവും എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. അതൊരു പരിധിവരെയൊക്കെ കുറച്ചൊക്കെ തന്നെ, അതായത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ പേഴ്സണും മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളാണ്. അല്ലെങ്കിൽ അവർ അത്രയൊരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നൊരു കാര്യം അവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് ഇവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അവരത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ഒരു ഫീല് കൊടുക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവർ ശരിക്കും ഒരു സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ടൊന്നും അവരിടുന്നില്ല. പക്ഷെ ശ്രമിക്കും. അവർ ഇങ്ങനെ ശ്രമിക്കുന്നു, നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു ഒഴുക്കിന് ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം പിന്നീട് എന്നിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്തു, ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം നിങ്ങൾ എടുത്ത അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം. എന്നിട്ട് ലാസ്റ്റ് അതൊരു പ്രശ്നത്തിലാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു ഡിസിഷന് വന്നു കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് എന്ന രീതിയിൽ നിങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വ്യക്തി. അവർക്ക് എന്താണോ അവരങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. എല്ലാത്തിനും പഴി ചാരാനായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളെ കാണുന്നു. എന്ത് വന്നാലും നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നമുക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ കാരണം അവരിവിടെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് പറയാം, നിങ്ങളാണ് ഇങ്ങനെ തീരുമാനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഒരു തീരുമാനത്തിന്റെ പ്രകാരമാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെ എപ്പോഴും ഒരു തെറ്റുകാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പണികൾ വാങ്ങിയും ഈ ഒരു പണികൾ വാങ്ങി ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലംസ്, സിറ്റുവേഷൻസ് എല്ലാം തന്നെ തരണം ചെയ്ത് നിങ്ങളിവിടെ വളരെ ടയേർഡ് ആയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇനി ഒരു ബ്രേക്ക് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് പുറത്തു പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിക്കും ഈ വ്യക്തിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ഒരു ബ്രേക്ക് ആവശ്യമാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കുറച്ച് ആളുകൾ ഒരു എബ്രോഡ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. കുറച്ച് ആളുകൾ എബ്രോഡ് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വരുന്ന ഈ ഒരു കാർഡുകളിലെല്ലാം നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളാണ് നിങ്ങൾ
എടുക്കുന്നതെന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും, അതുപോലെ ന്യൂ എക്സ്പീരിയൻസസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾ വളരെ നല്ലൊരു ഗ്രോത്ത് തന്നെ കിട്ടും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ പലവിധ ഗോസിപ്പുകളും മറ്റും നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടും റൂമറുകൾ ഉണ്ടാക്കുന്നതായിട്ടും അവര് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, എന്നിട്ടും അവരിട്ടിട്ട് പോയി എന്നൊരു രീതിയിൽ സംസാരിക്കുന്നു, മറ്റുള്ള ആളുകളോട് പറഞ്ഞു പരത്തുന്നു, എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്നും മുഖവരിക്ക് എടുക്കാതെ എല്ലാ ചലഞ്ചസും മുന്നോട്ട് തരണം ചെയ്ത് സക്സസിലേക്ക് പോകാനായിട്ട്, ഗ്രോത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജീസ് വരുന്നത്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കവിടെ മാസ്റ്റർ കാർഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ് നോക്കിയതെങ്കിലും നമുക്കിവിടെ കൂടുതലും വരുന്നത് നിങ്ങളുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും വളരെയധികം സമാധാനം തേടി, സന്തോഷം തേടി, ഒരു ഫ്രീഡം ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ഒരു സക്സസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി ഒന്ന് എടുത്തു നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഫീലിങ്സ് കൂടുതലായിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. കുറച്ച് ഗോസിപ്പുകളും മറ്റുമൊക്കെ പറഞ്ഞു നടക്കുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു എനർജി മാത്രമേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് 4 എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ നാനോ സോഴ്സിന്റെ കാർഡ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. വീണ്ടും ആ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നാനോ സോഴ്സിന്റെ കാർഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർഡ്സ് റിവേഴ്സ്, 4 ഓഫ് സോർഡ്സ് റിവേഴ്സ്, 8 ഓഫ് സോർഡ്സ്, എല്ലാം സോർഡ്സിന്റെ കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെയും ഫസ്റ്റ് കാർഡിൽ നിങ്ങളുടെ എനർജി തന്നെയാണ് വീണ്ടും നമുക്ക് കിട്ടുന്നത്. ഒരു ഡിപ്രഷനിലേക്ക്, ഒരു മെന്റൽ ഇൽനെസ്സിലേക്കൊക്കെ പോയതിനു ശേഷം ഇംപ്രൂവ്മെന്റിലേക്ക് വരുന്നു. നെഗറ്റിവിറ്റീസ് എല്ലാം ലെറ്റ് ഗോ ചെയ്തതിനു ശേഷം ഒരു റിലാക്സിങ്, സ്ട്രെസ് എല്ലാം റിലാക്സ് ചെയ്ത് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി, കറണ്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ കുറച്ച് പണികളൊക്കെ ചെയ്തു, നിങ്ങൾ ഇനി തിരിച്ചു വരുമെന്നത് നിങ്ങളെ ചേസ് ചെയ്തു, ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കി, ഇങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇനി ഒരു ആക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ പതുങ്ങിയിരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ഇപ്പം നിലവിൽ ഒരു ആക്ഷനും എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഡിലേ ചെയ്ത് സെറ്റ് ബാക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരു റൈറ്റ് ടൈം ആകുമ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടുമായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു പുതിയ പണികളോ അല്ലെങ്കിൽ പുതിയൊരു അപ്രോച്ചുമായിട്ട് നിങ്ങളിലേക്ക് വരാം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നല്ല ഫ്രസ്ട്രേഷനൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു സമയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 4 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഇവിടെയും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ പോകുമെന്നൊന്നും ഒരിക്കലും അവർ വിചാരിച്ചില്ല. മൂവ് ഓൺ ചെയ്യും, നിങ്ങൾക്ക് ഇത്രയൊരു സ്ട്രെങ്ത് ഉണ്ട്, കറേജ് ഉണ്ട് എന്നൊന്നും അവർ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു നാളൊക്കെ അവരോട് സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ ഒരു അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊക്കെ അവർക്ക് ഭയങ്കര ഷോക്കായി. പിന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർ മൊത്തത്തിലൊരു ഐസൊലേഷൻ പെട്ട ഒരവസ്ഥയിലാണ്. അതിൽ നിന്നൊന്ന് അവേക്കൻഡ് ആയിട്ട് അവരെ തന്നെ ഒന്ന് മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു 8 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഇവിടെയും ഈ ഒരു പേഴ്സൺ ശരിക്കും വിക്ടിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് എല്ലാവരുടെ അടുത്തും, അല്ലെങ്കിൽ ഇവര് സ്വയം അവരെയും പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ്, ഓക്കെ ആയ കാര്യങ്ങളാണ്, ശരിയായ കാര്യങ്ങളാണ്. ഇപ്പോഴും അവർ ശരിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് മൊത്തം മിസ്റ്റേക്കും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നതെന്ന് ഈ ഒരു പേഴ്സണെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു വിക്ടിം ശരിക്കും ഇവരാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി നിങ്ങളാണെന്നും
ഈ ഒരു പേഴ്സൺ ആണ് പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിച്ച് വളരെ മോശമായിട്ട് രീതിയിൽ ഒക്കെ ബിഹേവ് ചെയ്ത് യൂസ് ചെയ്ത് ത്രോ ചെയ്ത് പോയി. ആ ഒരു രീതിയിലുള്ള ഒരു ഇവരെയും ഇവരങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. പുറത്തുള്ള ആളുകളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള്, ഫാമിലി, ഇവരെല്ലാവരോടും ഈ ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഈ ഒരു പേഴ്സണും അങ്ങനെ തന്നെ ഒരു വിക്ടിം കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിലവിൽ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നില്ല. ചെറിയ കൊച്ചു കൊച്ചു സൗന്ദര്യപ്പിണക്കങ്ങൾ വലുതായി വലിയൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ പോയതായിട്ടാണ് കാണുന്നത്. അത് ജസ്റ്റ് പറഞ്ഞു നിൽക്കാവുന്ന കാര്യങ്ങൾ, പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവർ വിക്ടിം കളിച്ച് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, നെഗറ്റീവ് തോട്ട്സോട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇതെങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇവർക്ക് ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഇവരാൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കൂട്ടിൽ ഇവർ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ കുറച്ച് സമയം എടുക്കട്ടെ. ചിലപ്പോൾ അവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ടാകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരിത് റിയലൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും, കുറച്ച് ഡിലേ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു സക്സസും ഫ്രീഡവും സന്തോഷവും ഒക്കെ തേടി അന്വേഷിച്ച് കണ്ടെത്തി നല്ല സക്സസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കട്ടെ, അവര് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വരട്ടെ. അങ്ങനെ വരുമ്പോൾ പണ്ട് ചെയ്തതോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ, അവരുടെ മിസ്റ്റേക്കുകൾ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർത്തും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിലവിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 21 എന്ന് പറയുന്ന നമ്പറാണ്. ലെറ്റർ R ഇവിടെ കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ X നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ S നമുക്ക് കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. റെയിൻബോ സൈൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കാം, ഈ റിലേഷൻഷിപ്പിന് ഒരു മാറ്റം വരാനുള്ള ചാൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. ലോയർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ്, ലെറ്റർ C, ഗവൺമെന്റ് സർവീസ്, ഡ്രൈവർ, ലെറ്റർ V, 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1988, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ലെറ്റർ K, race on vehicles, letter G, riding, within 72 hours, 1971 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത്, അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43, നമ്പർ 36, മാർച്ച് മന്ത്, ഓഗസ്റ്റ് മന്ത്, മ്യൂസിക്, letter N, letter F, black color, 9 days, number 9, social media, 1982, 1976, ഇടുക്കി ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളാകാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.